കൃഷ്ണമോളെ ദ്രോഹിക്കാൻ നടക്കുന്ന ആരോടും എനിക്കതുണ്ടാവില്ല. ഈ ജന്മത്തുണ്ടാവില്ല. അതെ, കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് പാത്രം എടുത്തോണ്ട് പോണം. അതങ്ങനെയാടോ. മനസ്സിൽ സന്തോഷമുള്ളവരുടെ സംസാരം കേട്ട് എനിക്കറിയാം. സാറിന് സന്തോഷാണോ അതോ എന്തെങ്കിലും വിഷമമുണ്ടോ? എന്റെ ശബ്ദം കേട്ടിട്ട് എന്ത് തോന്നുന്നു ഇനി വിളിക്കുമ്പോൾ താൻ പറയണം. ഓക്കെ കൃഷ്ണ? ഒരു കാര്യം പറഞ്ഞാൽ അത് ഓർത്ത് വെക്കുകയില്ല, എന്നിട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഇങ്ങ് പോന്നോളും. ഫാം ടൂറിസത്തെ കുറിച്ച് ഒരു ദിവസം സംസാരിച്ചപ്പോ ഞാനെന്തോ പറഞ്ഞു. ഇപ്പോഴിതാ വിളിക്കണു, അതങ്ങ് റെക്കോർഡ് ചെയ്ത് അയക്കാൻ. എന്തെങ്കിലും ആവട്ടെ എന്ന് ഞാനും കരുതി. അയച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിനാ വിളിച്ചേന്ന്. ഇത് അതിനു വേണ്ടി വിളിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഓ, ഞാൻ കേട്ടു. എന്റെ ചെവി പൊട്ടിക്കണ്ട. എന്നിട്ട് എന്തോ ഒന്നും പറയാത്തെ? എന്തു പറയാൻ? അതെ, ചില ഭാഗ്യമുള്ള ആളുകള് പാതാളത്തിൽ പോയി ഒളിച്ചാലും ശരി, അവരെ സ്നേഹിക്കുന്ന ആളുകള് അവരെ വിളിച്ചുകൊണ്ടേയിരിക്കും. അതിന് നമുക്കൊന്നും അസൂയ തോന്നിയിട്ട് ഒരു കാര്യമില്ലേ? എന്ന് പറഞ്ഞാ ഇതിപ്പോ എന്നെ പ്രേമിക്കാനാണോ നവീൻ വിളിച്ചത്? ആയിരിക്കും. അല്ലാണ്ട് എന്തിനാ ഇപ്പൊ ഒരു വിളി? ആയിരിക്കും. എന്ത് പറഞ്ഞാലും ഈ ഒരു തോന്നലേ ഉള്ളൂ സുനന്ദേച്ചിക്ക്. തോന്നലില്ലാതെ നിന്റെ കണ്ണും കവളും ഒക്കെ എന്താ ഇങ്ങനെ ഇരിക്കുന്നെ? എങ്ങനെ ഇരിക്കുന്നു? അല്ല, മുഖമൊക്കെ വല്ലാതെ ചോന്ന് കൊടുത്തിട്ടുണ്ട്. കണ്ണില് നല്ല നാണമുണ്ട്. ഇതാണ് കൊച്ചെ പ്രണയം എന്ന് പറയുന്നേ. ഒന്ന് പോയേ. നവീനോട് സംസാരിച്ച് മുന്നിൽ വന്ന് നിൽക്കുമ്പോ ആളെ കാണാൻ നല്ല ചേലൊക്കെ ഉണ്ട്. ഒന്ന് മിണ്ടാതിരുന്നേ സുനന്ദേച്ചി. കഞ്ഞി കുടിക്കേ. നിങ്ങൾ ആ ഓട്ടോക്കാരി പറയുന്നത് കേട്ടിട്ട് വാശി തീർക്കാൻ നിൽക്കാണോ? എനിക്കിതൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. വേണ്ടെങ്കി വേണ്ട, കഴിക്കണ്ട. എന്റെ മമ്മിയോട് കണക്ക് തീർക്കുന്നത് പോരാഞ്ഞ് എന്നോട് കണക്ക് തീർക്കാനാണോ നിങ്ങളുടെ ഉദ്ദേശം? മമ്മിക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. മോളുടെ കാര്യത്തിലും വ്യത്യാസമൊന്നുമില്ലെന്ന് മനസ്സിലായി. നിങ്ങളെ ഞാനുണ്ടല്ലോ. നോക്ക്, ആളുകളുമായിട്ട് നീ എന്റെ മോളെ കൊല്ലാൻ വന്നതാ. അവൾക്ക് ഈശ്വര കടാക്ഷം ഉള്ളതുകൊണ്ട് അവള് രക്ഷപ്പെട്ടു. ഈശ്വരകോപം ഉള്ളതുകൊണ്ടാ നിനക്ക് ഈ കിടപ്പ് കിടക്കേണ്ടി വന്നത്. നീ എത്ര ബഹളം വെച്ചാലും എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. അനിയൻ സാർ കാര്യങ്ങളൊക്കെ അറിഞ്ഞ അധികം വൈകാതെ നവീനും അതറിയും. പിന്നെന്താ സംഭവിക്കാന്നറിയാലോ. കാല് ശരിയാവുന്നത് വരെ അടങ്ങി ഒതുങ്ങി ഇവിടെ കിടക്കുന്നതാ നല്ലത്. അത് കഴിഞ്ഞേ പോകാൻ പറ്റൂ. മോളെ, ഇതെന്താ മോളെ, കഴിച്ചില്ലേ? ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മോക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ പറ. ഒരു 10 മിനിറ്റ് തന്നാൽ മതി. ഞാൻ പുറത്തു പോയി എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം. സാറേ, ഈ ഇരിപ്പിൽ നിന്ന് എഴുന്നേക്കുന്നത് വരെ ഭക്ഷണ കാര്യത്തിലൊന്നും ഇടപെടണ്ട. എല്ലാം നോക്കാൻ ഞാനിവിടെയുണ്ട്. ഓ, അങ്ങനാണോ? എങ്കിൽ പിന്നെ ഞാൻ ഇടപെടുന്നില്ല. എൻ്റെ പൊന്നു മോളെ, പൊതുവെ അമ്മമാർക്കുള്ളൊരു പ്രശ്നമാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വയ്യായിക വന്നാൽ അടുത്ത നടപടി കഞ്ഞിയാ. അതിൻ്റെ കൂടെ ചമ്മന്തി. മോക്ക് പിന്നെ ഇത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മോള് എടുത്ത് കഴിച്ചോ.
ഇതാ മോളെ ദാ. കഴിക്കുമോളെ. അത് ശരി, കാര്യം ഇപ്പോഴല്ലേ മനസ്സിലായേ. ശാന്തി, ഇഞ്ചക്ഷൻ എടുത്തിട്ട് കൈ വേദനിക്കുന്നുണ്ടാവും, താനൊന്ന് കോരി കൊടുക്ക്. ഇപ്പൊ കൊഞ്ചല് കുറച്ച് കൂടുതലേ. കൊഞ്ചിക്കോട്ടെ, നമുക്കവള് ചെറിയ കുട്ടിയല്ലേ, അല്ലേ മോളെ? ഇത് അമ്മമാരുടെ അടുത്തായിട്ടാ. വയറ് നിറച്ച് കഴിക്കണം, അതിൽ വീഴ്ചയൊന്നും വരുത്തില്ലേ മോളെ. ഞാനേ പഴയ ഒരു പേപ്പർ തിരഞ്ഞുകൊണ്ടിരിക്കുക, ഒരു സർക്കാർ ഓർഡറാ. അതൊന്നും തപ്പിയെടുത്തിട്ട് ദാ വരുന്നു. അതെ, തനിയെ കോരിയം കുടിച്ചാ മതി. സിത്താര മാഡത്തിനോട് എനിക്ക് ബഹുമാനമുണ്ട്, പക്ഷേ നിന്നോടതില്ല. കൃഷ്ണമോളെ ദ്രോഹിക്കാൻ നടക്കുന്ന ആരോടും എനിക്കതുണ്ടാവില്ല, ഈ ജന്മത്തുണ്ടാവില്ല. അതെ, കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് പാത്രം എടുത്തോണ്ട് പോണം. മാഡം, സുനന്ദ ഇപ്പൊ ഇവിടെയാണല്ലേ? അതെ മാഡം, ഗോപാലേട്ടൻ ഇവിടെ കടയുണ്ട്, അനിയൻ സാറ് കൊടുത്തതാ. കൃഷ്ണയില്ലേ ഇവിടെ? ഉണ്ട് മാഡം, വരൂ.